പ്യാരെ ബച്ചോ ആദാബ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഉറുദുവിൽ ചോദിക്കുന്ന മറ്റൊരു ചോദ്യവുമായിട്ടാണ്. ചോദ്യം ഇങ്ങനെയാണ്: ഗരീബോं के മസീഹ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പാഠഭാഗമാണ് ഗരീബോं के മസീഹ. ആരാണത് എഴുതിയിട്ടുള്ളത്? ഒരു നസമാണ് ഗരീബോं की മസീഹ, അല്ലേ? ഒരു നസമാണെന്ത് ഗരീബോं का മസീഹ എന്നുള്ളത്. നിദാ ഫാസിലി എഴുതിയിട്ടുള്ള ഒരു കവിതയാണ് ഗരീബോं का മസീഹ. ആ കവിതയുടെ ഭാഗത്ത് നിന്നും ചോദിക്കുന്ന ചോദ്യമാണ്, നമുക്കറിയാം മദർ തെരേസയെ കുറിച്ചുള്ള ഒരു കവിതയാണ് ഗരീബോं का മസീഹ. സാധാരണ ചോദ്യ പേപ്പറിൽ കാണുന്ന ഒരു ചോദ്യമാണ് മദർ തെരേസയെ കുറിച്ച് ഒരു നോട്ട് തയ്യാറാക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് എങ്ങനെ മദർ തെരേസയെ കുറിച്ച് നോട്ട് തയ്യാറാക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. വളരെ ശ്രദ്ധയോടെ എല്ലാവരും കേൾക്കുക. മദർ തെരേസ, ആദ്യമായിട്ട് നമ്മൾ ഹെഡിങ് കൊടുക്കണം. എന്താണ് കൊടുക്കേണ്ടത്? മദർ തെരേസ, അല്ലേ? മദർ തെരേസയെ കുറിച്ചാണ് നമ്മൾ എഴുതുന്നത്. അപ്പം മദർ തെരേസ എന്ന ഹെഡിങ് കൊടുക്കണം. അടുത്തതായിട്ട് നമ്മൾ എഴുതി തുടങ്ങുകയാണ്, മദർ തെരേസ ഗരീബോं की മാം ഹെ. ആരാണ് മദർ തെരേസ? ഗരീബോं की മാം ഹെ. ആരാണ്? പാവങ്ങളുടെ അമ്മയാണ് മദർ തെരേസ, അല്ലേ? നമ്മൾ പഠിച്ചതാണ്, അല്ലേ? മദർ തെരേസ എന്നാൽ ആരാണ്? ഗരീബോं की മാം ഹെ, പാവങ്ങളുടെ അമ്മയാണ്. वो हर वक्त गरीबों और लाचारों के लिए खिदमत करती है. वो हर वक्त, മദർ തെരേസ, വോ എന്ന് പറഞ്ഞാൽ അവർ, ഹർ വക്ത് എല്ലാ സമയത്തും, ഗരീബോं और लाचारों के लिए പാവപ്പെട്ടവർക്കും അതുപോലെ നിസ്സഹായർക്ക് വേണ്ടിയിട്ടും ഖിദ്മത്ത് കർത്തി ഹേ, എന്ത് ചെയ്തിരുന്നു? സേവനം ചെയ്തിരുന്നു. ഖിദ്മത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേവനം, ഖിദ്മത്ത് കർത്തി ഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേവനങ്ങൾ ചെയ്തിരുന്നു. വോ ബീമാറോं के लिए खुदा से दुआ करती है. അവരെന്ത് ചെയ്തിരുന്നു? ബീമാറോं के लिए, ബീമാർ കോൻ ഹേ? ബീമാർ രോഗി, രോഗികൾക്ക് വേണ്ടിയിട്ട് ഖുദാ സെ ദുആ കർത്തി ഹെ. നമുക്കറിയാം പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യൂലേ, പ്രാർത്ഥിക്കും. മദർ തെരേസ എന്ത് ചെയ്തിരുന്നു? ബീമാറോं के लिए खुदा से दुआ करती है. ഖുദാ കോൻ ഹെ? ദൈവം. പാവങ്ങൾക്ക് വേണ്ടിയിട്ട്, രോഗികൾക്ക് വേണ്ടിയിട്ട് ദൈവത്തോട് എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ആര്? മദർ തെരേസ. മാ കി ത്വര ഖിദ്മത്ത് കർത്തി ഹെ. മാത്രമല്ല മാ കി ത്വര, ഒരു അമ്മയെ പോലെ. മാക്കി ത്വരഹ് എന്ന് പറഞ്ഞാൽ അമ്മയെ പോലെ, ത്വരഹ് എന്ന് പറഞ്ഞാൽ പോലെ, അമ്മയെ പോലെ എന്ത് ചെയ്തിരുന്നു? ഖിദ്മത്ത് കർത്തി ഹേ, സേവനങ്ങൾ ചെയ്തിരുന്നു. ഖിദ്മത്ത് കർണ എന്ന് പറഞ്ഞാൽ സേവനം അനുഷ്ഠിക്കുക. അപ്പോൾ മാക്കി ത്വരഹ് ഖിദ്മത്ത് കർത്തി ഹേ, ഒരു അമ്മയെ പോലെ സേവനങ്ങൾ ചെയ്തിരുന്നു. ആര്? നമ്മുടെ മദർ തെരേസ. മാത്രല്ല ഹർ तबके के लोगों के लिए मदद करती है. हर तबके के लोगों के लिए, हर तबके के लोगों के लिए, എല്ലാ തട്ടിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടും എല്ലാ നിലയിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടും എന്ത് ചെയ്തിരുന്നു മദർ തെരേസ? മദദ് കർത്തി ഹേ, സഹായിച്ചിരുന്നു. ഹർ തബക്കെ കി ലോഗോं के लिए, എല്ലാ തരത്തിലുള്ള ആളുകളെയും മദദ് കർത്തി ഹേ, സഹായിച്ചിരുന്നു. മദദ് കർണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹായിക്കുക. മാത്രല്ല ഉൻകി ജിന്ദഗി ദൂസരോं को ഭലായി के लिए വഖഫ് കർ ദി ഹേ. നമ്മളൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്? നമുക്ക് വേണ്ടിയിട്ടല്ലേ? സ്വാർത്ഥതയാണ് എല്ലാവരുടെ ജീവിതത്തിലും. പക്ഷേ മദർ തെരേസ അങ്ങനെയായിരുന്നില്ല. ഉൻകി ജിന്ദഗി, അവരുടെ ജീവിതം, ദൂസരോं की ഭലായി के लिए, മറ്റുള്ളവരുടെ നന്മകൾക്ക് വേണ്ടിയിട്ട്. ഭലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്മ, മറ്റുള്ളവരുടെ നന്മകൾക്ക് വേണ്ടിയിട്ട് വഖഫ് കർ ദി ഹേ. വഖഫ് കർണ എന്ന് പറഞ്ഞാൽ എന്താണ്? അർപ്പിച്ചിരുന്നു. അതായത് മറ്റുള്ളവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് തൻ്റെ ജീവിതം, മറ്റുള്ളവരുടെ നന്മക്ക് വേണ്ടിയിട്ട് തൻ്റെ ജീവിതം തന്നെ അർപ്പിച്ച ഒരാളായിരുന്നു. ആര്? മദർ തെരേസ. ഉൻകോ നോബൽ ഇൻആം ഭി മിലി ഹേ. എങ്ങനെ പറയാ? ഉൻകോ, അദ്ദേഹത്തിന് അല്ലെങ്കിൽ അവർക്ക് നോബൽ ഇൻആം ഭി മിലി ഹേ, നോബൽ പ്രൈസും കിട്ടിയിട്ടുണ്ട്. സമാധാനത്തിലുള്ള നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള ആളാണ് ആര്? മദർ തെരേസ. ഉൻകോ നോബൽ ഇൻആം ഭി മിലി ഹേ, അദ്ദേഹത്തിന് എന്തും കിട്ടിയിട്ടുണ്ട്, അവർക്ക് എന്തും കിട്ടിയിട്ടുണ്ട്? നോബൽ പ്രൈസും കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ മദർ തെരേസയെ കുറിച്ച് വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു നോട്ട് തയ്യാറാക്കാൻ പറ്റും. ആരും ഈ മാർക്ക് എന്ത് ചെയ്യരുത്? അനാവശ്യമായിട്ട് കളയരുത്. കൃത്യമായിട്ട് എഴുതി പഠിക്കുക. ഈ മാർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കും. ഒരു ഭാഗം കൂടെ നമുക്ക് നോക്കാം.
അടുത്തത് വരുന്ന ഒരു ചോദ്യമാണ് गीत कागज की कश्ती की रोशनी में बचपन के बारे में നോട്ട് ലിഖിയേ. എന്താണ് ചോദ്യം? കാഗസ് കി കഷ്തി എന്ന ഗീത്ത് നമ്മൾ പഠിച്ചതാണ്. എന്താണ്? കവിതയാണ് അല്ലേ? ആ കവിതയുടെ റോഷിനിമേം വെളിച്ചത്തിൽ ബച്ചപ്പൻ കെ ബാരേമേ കുട്ടിക്കാലത്തെ കുറിച്ച് ഏക്ക് നോട്ട് തയ്യാർ കീജിയേ, ഏക്ക് നോട്ട് ലിഖിയേ, ഒരു നോട്ട് തയ്യാറാക്കുക അല്ലേ? കുട്ടിക്കാലത്തെ കുറിച്ചിട്ട് എന്ത് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്? ഒരു നോട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ എഴുതാം? ബച്ചപ്പൻ കാ ജമാന, നമ്മൾ ഹെഡിങ് കൊടുത്തു കുട്ടിക്കാലം. സാധാരണ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ഇത്. എന്നിട്ട് നമ്മൾ എഴുതി തുടങ്ങാം ബച്ചപ്പൻ ഖുശി കാ ജമാന ഹെ. കുട്ടിക്കാലം എന്താണ്? സന്തോഷത്തിന്റെ കാലമാണ്. ഖുശി കാ ജമാന ഹെ, സന്തോഷത്തിന്റെ കാലമാണ്. യേ ഖേൽ കാ ജമാന ഹെ, കളികളുടെ കാലമാണ് അല്ലേ? കുട്ടിക്കാലം എന്ന് ബച്ചപ്പൻ എന്ന് പറഞ്ഞാൽ ഖേൽ കാ ജമാന ഹെ, കളിയുടെ കാലമാണ്. ബച്ചെ ബാരിഷ് മേം കാഗസ് കി കഷ്തി സെ ഖേൽത്തെ ഹെ, കുട്ടികൾ എന്ത് ചെയ്യുന്നു? ബാരിഷ് മേം, ബാരിഷ് ക്യാ ഹെ? മഴ, മഴയിൽ എന്ത് ചെയ്യുന്നു? കാഗസ് കി കഷ്തി സെ ഖേൽത്തി ഹെ. കാഗസ് കി കഷ്തി എന്ന് പറഞ്ഞാൽ എന്താണ്? തോണി അല്ലേ? എന്ത് തോണി? കടലാസ് തോണി. കാഗസ് എന്ന് പറഞ്ഞാൽ കാഗസ് എന്ന് പറഞ്ഞാൽ കടലാസ്, കഷ്ടി എന്ന് പറഞ്ഞാൽ തോണി. അപ്പൊ കടലാസിന്റെ തോണി കൊണ്ട് കളിക്കും. പിന്നെന്താ ചെയ്യാ? ബച്ചപ്പൻ മേ നാനി ലംബി ലംബി കഹാനിയാ സുനാത്തി ഹേ. നമുക്കറിയാം കുട്ടിക്കാലത്ത് നാനി, നമ്മുടെ വല്യമ്മന്തെയും ലംബി ലംബി, വളരെ ദീർഘമുള്ള കഹാനിയാ സുനാത്തി ഹേ, കഥകൾ നമ്മെ കേൾപ്പിക്കും. യേ ജമാന കബി ഭൂൽ നഹി സക്ത. ഇതൊക്കെ എന്ത് ചെയ്യാ? എല്ലാവർക്കും എഴുതി വെക്കാം. യേ ജമാന, ഈ കാലം, ആ കുട്ടിക്കാലം, കബി ഭൂൽ നഹി സക്ത, ഒരിക്കലും മറക്കാൻ കഴിയുകയില്ല. ഭൂൽന എന്ന് പറഞ്ഞാൽ മറക്കുക, നഹി ഭൂൽ സക്ത എന്ന് പറഞ്ഞാൽ മറക്കാൻ കഴിയുകയില്ല. ബച്ചപ്പൻ മേ ചിടിയ ഓർ തിത്തിലി പക്കടുത്തേ ഹെ. കുട്ടിക്കാലത്ത് നമ്മൾ എന്ത് ചെയ്യും? പക്ഷികളെ പിടിക്കും അല്ലേ? പക്ഷികളെ പിടിക്കും. അതുപോലെ പൂമ്പാറ്റയൊക്കെ എന്ത് ചെയ്യും? പിടിക്കും. ജൂല ജൂൽത്തേ ഹെ, നമ്മൾ എന്ത് ചെയ്യും? ഊഞ്ഞാലാടും. ത്വരക്കെ ഖേൽത്തെ ഹെ, വ്യത്യസ്ത രീതിയിലുള്ള കളികൾ കളിക്കും. ത്വര എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത രീതിയിലുള്ള ഖേൽത്തെ ഹെ, കളികൾ കളിക്കും. കളിക്കാണ് ഖേൽ എന്ന് പറയാ. ഖേൽത്തെ ഹെ, കളികൾ കളിക്കും. ബച്ചപ്പൻ മേ കോയി ഗം നഹി, കുട്ടിക്കാലത്ത് ഒരു ദുഃഖവുമില്ല. കോയി ഗം നഹി, ഗം എന്ന് പറഞ്ഞാൽ ദുഃഖ്, സങ്കടം. ദുഃഖ് എന്നും എഴുതട്ടോ, കോയി ദുഃഖ് നഹി എന്നും എഴുതാം. ഒരു സങ്കടവും ഉണ്ടാവുകയില്ല. യേ ബഡി ഖൂബ്സൂറത്ത് ജമാന ഹേ, ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാലമാണ്. എങ്ങനെ പറയാ? യേ ബഡി, ഇത് വളരെ ഖൂബ്സൂറത്ത് ജമാന ഹേ, മനോഹരമായിട്ടുള്ള കാലമാണ്. ഇങ്ങനെ കുട്ടിക്കാലത്തെ കുറിച്ചുള്ള ഒരു നോട്ട് നമുക്ക് എന്ത് ചെയ്യാം? വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. ഇതിലുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റുകൾ കാണാതെ പഠിച്ചു വെക്കുക. ബച്ചപ്പൻ ഖുശി കാ ജമാന ഹേ, യേ ഖേൽ കാ ജമാന ഹേ, കാഗസ് കി കഷ്ടി സെ ഖേൽത്തെ ഹെ, കബി ഭൂൽ നഹി സക്ത, ഇങ്ങനെയുള്ള പോയിന്റുകളൊക്കെ പഠിച്ചു വെക്കുക. അതുപോലെ ത്വരക്കെ ഖേൽത്തെ ഹെ, ഇങ്ങനെയുള്ള പോയിന്റുകൾ പഠിച്ചു വെക്കുക. തീർച്ചയായിട്ടും ഈ രണ്ട് ചോദ്യവും നിങ്ങളെ തേടി പരീക്ഷാ പേപ്പറിൽ കാത്തിരിക്കുന്നുണ്ടാകും. മാർക്ക് ഒരിക്കലും കളയരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു. ഖുദാ ഹാഫിസ്.